കുരിശോടിച്ചളയരുത് കേട്ടോ, കുരിശോടിച്ചളയരുത്. കുരിശോടിച്ച വിഷയം കളി മാറും കേട്ടോ. എങ്ങോട്ടോ? കുരിശോടിച്ചളയരുത്, കുരിശോടിച്ചളയരുത്. ആ എടുത്തോണ്ട് പോകോ. കുരിശാ തുടരുത്, കുരിശാ തുടരുത്. നീ കുരിശ് വലിക്കാൻ ആരാണോ അതിലോ പറഞ്ഞേ? കുരിശ് വലിച്ചു കൊടുക്കാൻ ആരാ പറഞ്ഞേ? കുരിശ് വലിച്ചു കൊടുക്കാൻ ആരാ പറഞ്ഞേ? നീ കുരിശ് വലിച്ചു കൊടുക്കാൻ ആരാ പറഞ്ഞേ? കുരിശ് വലിക്കരുത്, ചുമ്മാ താരം കുരിശ് വലിക്കരുത്. കുരിശ് വലിച്ചാൽ അവിടെ വിഷയമായ വളരെ പറയാലോ. ആരാ ഈ കാണിക്കുന്ന കോപ്രാഞ്ചാണോ? കുരിശ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയുടെ നാരങ്ങാനം കുരിശുമലയിൽ സ്ഥാപിച്ചിരുന്ന കുരിശ് പിഴുതുമാറ്റി. ജനവാസ കേന്ദ്രത്തിൽ വനം വകുപ്പ് ജെണ്ടയിട്ട് വേർതിരിച്ചിട്ടുള്ള ഭാഗത്ത് പള്ളിക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന സ്ഥലത്തെ കുരിശാണ് എടുത്തുകൊണ്ടുപോയത്. നാരങ്ങാനത്ത് അധികാരം സ്ഥാപിക്കാനുള്ള നീക്കമാണിതെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രതിഷേധം ശക്തമായി. ഇത് കാളിയാർ റേഞ്ച് ഓഫീസർ മനോജ് ജിക്കയുടെ നേതൃത്വത്തിൽ രാവിലെ ഒരു സംഘം ഫോറസ്റ്റുകാർ വന്ന് 40-ാം പള്ളിയിലൂടെ കുരിശ് സ്ഥാപിച്ചിരുന്നു. ഈ തൊമ്മൻകുത്ത് സെന്റ് തോമസ് ദേവാലയത്തിൻ്റെ ആ കുരിശ് വഴി ദുഃഖവള്ളിക്ക് ഇവിടെ ഇങ്ങോട്ട് കുരിശുമല കയറാനും ഇന്നലെ 250ഓളം ആളുകൾ വന്ന് കുരിശുമല സഞ്ചരിച്ച കുരിശ് രാവിലെ അദ്ദേഹവും പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി വന്ന് പൊളിച്ചെടുത്തുള്ളൂ. അദ്ദേഹം പറയുന്നത് ഇത് പട്ടയമില്ല എന്നുള്ള കാരണമാണ് പറയുന്നത്. 65 വർഷക്കാലമായിട്ട് ഈ പ്രദേശത്ത് കിടക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന പ്രദേശവും 65 വർഷം പഴക്കമുള്ള ഭൂമിയിലാണ്. നിങ്ങൾക്ക് കാണാൻ ഇവിടെ നിൽക്കുന്ന ഈ പ്രായമുള്ള തെങ്ങുകളും കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ കാണാവുന്നതാണ്. അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് ഇതാണ് പറിച്ചിട്ടിരിക്കുന്നത്. നെയ്യശ്ശേരി നോക്കുമ്പോൾ സാർ റോഡ് കടന്നു പോകുന്ന റോഡിൻ്റെ സൈഡിലാണ് ഈ പ്രോപ്പർട്ടി. അല്ലാതെ ഇത് വനത്തിലോ കാട്ടിലോ പാറപ്പുറത്തോ ഒന്നും അല്ല കൊണ്ട് കുരിശ് വെച്ചിരിക്കുന്നത്. തൊമ്മൻകുത്ത് പള്ളിക്ക് ഇവിടെ ഈ പ്രദേശത്ത് പട്ടയമില്ലാത്ത പ്രദേശത്ത് ഭൂമി കൈമാറുന്ന നിയമപ്രകാരം കൈമാറി കിട്ടിയ ഭൂമിയാണ്. അല്ലാതെ റിസർവ് ഫോറസ്റ്റ് അല്ല ഈ ഭൂമി ശരിക്കും. ആ ഭൂമിയിലാണ് രാവിലെ വന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ജനങ്ങളില്ലായിരുന്നു, അപ്പോഴേക്കും വന്നു. അത് പെട്ടെന്ന് JCB ഉപയോഗിച്ച് പൊളിച്ചു. അത് ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുരിശ് സ്ഥാപിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അത്തരത്തിൽ അവരൊരു ഭാഗത്തു നിന്ന് ഒന്നും സംഭവിച്ചിട്ടോ പറഞ്ഞിട്ടോ ഇല്ല. കാരണം കുരിശ് സ്ഥാപിക്കാൻ അവരുടെ അനുവാദം വാങ്ങേണ്ട കാര്യമില്ല. കാരണം വനത്തിനകത്ത് ഒരു പ്രവേശിക്കുന്നുണ്ടെങ്കിലാണ് അവരെ കാണേണ്ടതും അനുവദിക്കേണ്ടതും ചെയ്യേണ്ടത്. ഇവിടെ ഈ പ്രദേശത്ത് ഞങ്ങൾ ജീവിക്കുന്നവർ ഇവിടെ ഞങ്ങൾക്ക് ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനും ജീവിക്കുന്ന ഞങ്ങൾക്ക് അതിന് തുറന്ന് ആരാധന നടത്താനുമുള്ള അവകാശം ഞങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് വരുന്നുണ്ട്. ഞങ്ങളതനുസരിച്ച് തൊമ്മൻകുത്ത് ദേവാലയത്തിൻ്റെ നേതൃത്വത്തിൽ അല്ലാതെ ഒരു വ്യക്തി കൊണ്ടേ കുരിശ് വെക്കുകയൊന്നുമല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. ആ കുരിശ് അവിടെ ഇരിക്കേണ്ടതാണ്. ആ കുരിശ് അയാൾ കാണിച്ചിരിക്കുന്നത് വളരെ മോശമായ ഇടപാടാണ് ആ കാളിയാർ റേഞ്ച് ഓഫീസർ കാണിച്ചിരിക്കുന്നത്. കാരണം വനത്തിനുള്ളിൽ അതിന് ഒരു കാലത്ത് ഒരു വർഷങ്ങൾക്ക് മുൻപ് ഉള്ളിലുണ്ടായിരുന്ന കുരിശുകൾ പാടില്ല എന്ന് പറഞ്ഞ് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒന്നും അതെല്ലാം അവർ നിഷേധിച്ചു പോയി. ഇത് ജനങ്ങൾ വസിക്കുന്ന പ്രദേശത്ത് ഞങ്ങൾക്ക് ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനും ഇവിടെ പ്രാർത്ഥിക്കാനുമുള്ള അവകാശത്തെയാണ് അയാൾ ലംഘിച്ചിരിക്കുന്നത്. ജനങ്ങൾക്കാർക്കും വന്നില്ലല്ലോ, ഇവിടെ ജനങ്ങളില്ലായിരുന്നു. അപ്പോൾ വന്നപ്പോഴത്തേക്ക് വന്ന വഴി തന്നെ പൊളിച്ച് പറക്കി സംഗതി എടുത്ത് കയറ്റി അവർ നേരെ ഒന്ന് ഉറക്കി ഇറക്കൊണ്ട് പോയത്. ഇവിടെ മനോജ് ഇവിടെ പോയി പിടിച്ച് JCB അവർ തടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മനോജിനെ പിടിച്ച് ഒരൊറ്റ തത്തിയിട്ട് കൊടുത്തിട്ട് ഒരു കല്ലിൻ്റെ അവിടം വരെ പോയാൽ കിടന്നത്. ഫോറസ്റ്റുകാർ ഇവിടെ 6 വർഷം ചെയ്യിപ്പിയിലായതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് പട്ടയമില്ലാതെ പരിപാടിയാണ്. ഒരു കാരണവശാലും അവരൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. എല്ലാ ഇടത്തിലാണ് ഈ വഴിക്ക് തന്നെ എത്ര പ്രാവശ്യം ഇപ്പോൾ ആൾക്കാരെ പിടിക്കുന്നു പോലെല്ലാം ചെയ്യും. ഇങ്ങനെ നാട്ടുകാർക്ക് ഒരു വഴി ഉണ്ടാക്കണമല്ലോ. എന്തോ വർഷങ്ങളായി ആൾക്കാർ നടക്കാൻ തുടങ്ങിയിട്ട് എപ്പോഴും ഭീഷണിയാണ്. വണ്ടിയുടെ കാക്കോല് വണ്ടി പിടിച്ചോണ്ട് പോകുക ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പണിയും പണിയിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ രാവിലെ വന്ന് ഫോറസ്റ്റുകാർ റേഞ്ച് ഓഫീസർ സഹിതം വന്ന് ഇവിടെ നിന്ന് എല്ലാവരും 3-4 പേര് കൂടി വന്ന് നോക്കിയിട്ടൊക്കെ പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വന്ന് JCBയും ഒക്കെ ആയിട്ട് വന്ന് തല്ലിപ്പൊളിച്ച് വർക്ക് എല്ലാം പരിക്കിടും. അപ്പോഴത്തേക്ക് ഇവിടുന്ന് തടയാനായിട്ട് ഇവിടെ ആരും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്ന ഒരു മനോജ് ഉണ്ടായിരുന്നു, ഒരു ജോമോൻ ഉണ്ടായിരുന്നു. 2 പേരെയും പോലീസുകാരും ഫോറസ്റ്റുകാരോടും കൂടി തത്തിച്ച് കല്ലിൻ്റെ ഇടയിലേക്ക് തള്ളി വിടുകയാണ്. അത് പോയി ഒരാൾ മുഞ്ഞൂത്തി വീണില്ല, ഒരാൾ ഓടി ഇറങ്ങിപ്പോയി. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്ത് ഒരു കാര്യം സമാധാനം പറയുമോ? ഒരു വ്യക്തി അത് പൊളിച്ച് മാറ്റണമെങ്കിൽ പൊളിച്ച് മാറ്റിയാൽ പോരെ. നീ കണ്ട നിയമം ലംഘിക്കണേ എന്നും പറഞ്ഞ് നിരന്തരം പോലീസുകാരുടെ ശല്യമായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരു മരങ്ങൾ വെട്ടിക്കാനോ ഒരു പണിയും ചെയ്യാനോ ഇവിടെ അനുവദിക്കില്ല. അതെന്താണെന്ന് ഇത് ഒന്നുമില്ലെങ്കിൽ വർഷം 10-65 വർഷത്തോളം ഇവിടെ ജനം വച്ചുകൊണ്ടിരുന്ന സ്ഥലമല്ലേ. അന്ന് എന്ത് ഇവർ നോക്കാത്ത എന്ത് ഇപ്പോൾ വന്നിട്ട് ഓടി വന്നിട്ട് ഇപ്പോൾ ഞങ്ങളാണ് പറയുന്നത് കേട്ടാൽ മതി എന്നുള്ളൊരു ഒരേ ഓഫീസർമാർ വരുമ്പോഴത്തേക്കും ഓരോരുത്തരും ഒരേ മുട്ടാക്കി വർത്തമാനങ്ങളും പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്.
ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of Pulimuttal Silks.